മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ് ഒന്നുമല്ല, നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ അറിഞ്ഞു കാണൂ അല്ലേ, പരീക്ഷ എത്തുകയാണ്. ഫസ്റ്റ് ടേം എക്സാം, നമ്മുടെ പാഠപുസ്തകമൊക്കെ മാറിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സാം എഴുതുകയാണ് അല്ലേ. 4ാം ക്ലാസ്സിൽ പാഠപുസ്തകം മാറിയതായിരുന്നല്ലോ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസും ഒന്നും നമുക്ക് കിട്ടാനില്ല അല്ലേ. അപ്പോൾ ഓണപരീക്ഷ എത്തുകയാണ്, ഫസ്റ്റ് ടേം എക്സാം. അതിൻ്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു, നമുക്കതൊന്ന് നോക്കണ്ടേ? എല്ലാവരും റെഡിയല്ലേ? ഇത് നോക്കൂ, എന്നാണ് പരീക്ഷ തുടങ്ങുന്നത്? 20-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യ ദിവസം മലയാളമാണ്. കന്നഡയും തമിഴും ആരും പഠിക്കുന്നില്ലല്ലോ? ഉണ്ടെങ്കിൽ അവർക്ക് കന്നഡയും തമിഴുമാണ്, അല്ലാതെ മലയാളമാണ് കേട്ടോ. പിന്നെ 21-ാം തീയതി പിറ്റേ ദിവസം വ്യാഴാഴ്ച എക്സാം ഉണ്ട്, അന്ന് ഇംഗ്ലീഷാണ് പരീക്ഷ നടക്കുന്നത്. പിന്നെ 22-ാം തീയതി ഉണ്ട്, അടുപ്പിച്ച് 3 ദിവസം എക്സാം ആണ്. മാത്സ് ആണ്, ഗണിതമാണ് പരീക്ഷ നടക്കുന്നത് കേട്ടോ. അപ്പോൾ മലയാളം കഴിഞ്ഞ് ഇംഗ്ലീഷ് കഴിഞ്ഞ് ഗണിതം, മാത്സ് ആണ്. പിന്നെ തിങ്കളാഴ്ചയാണുള്ളത്, ശനിയും ഞായറും, സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ള ഒരു സമയമുണ്ട്. അന്ന് അറബിക് അല്ലെങ്കിൽ സംസ്കൃതമാണ് പരീക്ഷ നടക്കുന്നത്. സംസ്കൃതവും അറബിക്കുമാണ് തിങ്കളാഴ്ച പരീക്ഷ നടക്കുന്നത്. 26-ാം തീയതിയാണ് EVS അഥവാ പരിസര പഠനം പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സമയമുണ്ട്, നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് മാരത്തോൺ ലൈവുകളൊക്കെ ഉണ്ടാവും. എല്ലാ ചാനലിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാരും മറക്കരുത്, ഓർത്ത് വെക്കുക. 20, 21, 22, 25, 26 തീയതികളിലായിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത്. ആദ്യം മലയാളം കഴിഞ്ഞു, അതിനുശേഷം ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ 2 ദിവസം ഓഫാണ്. അതിനുശേഷം നമുക്ക് അറബിക്കും സംസ്കൃതവും, പിറ്റേ ദിവസം എന്താണ് EVS അല്ലെങ്കിൽ പരിസര പഠനമാണ് പരീക്ഷ നടക്കുന്നത്. മറന്നു പോകരുത്, എല്ലാവരും ഇത് ഇപ്പം തന്നെ ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത്, മക്കളെ, അത് 26-ാം തീയതി പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണപ്പൂട്ട് വെക്കേഷനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ അറിയാം എങ്ങനെയുണ്ട്, നമ്മൾ പഠിച്ചതൊക്കെ ഓക്കെ ആണോ എന്ന്. അതുപോലെ നിങ്ങൾക്ക് LSS എക്സാം, ഈ ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്നുള്ള ഒരു സെലക്ഷനൊക്കെ ആയിരിക്കും. LSS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷനൊക്കെ ഈ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നടക്കുന്നത് കേട്ടോ. അപ്പോൾ പാഠങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സൈലത്തിൽ നിങ്ങൾക്കറിയാം, പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് അല്ലേ, ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ്. ഓൾറെഡി ജോയിൻ ചെയ്ത മക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഇനിയും പലരും നമ്മളെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരായിട്ടുണ്ട് അല്ലേ, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എന്ത് വരാൻ പോവാണ്, ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നിയിട്ടുണ്ട്? ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, സ്വാതന്ത്ര്യ ദിനം വരാൻ പോവാണ്, ഓഗസ്റ്റ് 15 അപ്പോൾ ഒരു ഫ്രീഡം ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീസിലൊക്കെ ഇളവ് തന്നിട്ടുണ്ട്. 10% ആണ് ഓഫർ ഉള്ളത്. ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ഫീസിൻ്റെ 10% കുറച്ചുകൊണ്ടാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. 1 വർഷത്തേക്കാണ് കേട്ടോ, നിങ്ങളുടെ 4ാം ക്ലാസ് കഴിയുന്നത് വരെ. അപ്പോൾ ഇപ്പോൾ ആദ്യം 2499 രൂപയായിരുന്നു, ഇപ്പോഴത് 2249 രൂപയാണ് കേട്ടോ. 2249 രൂപ, 10% ഓഫറാണ്. ഇന്നു മുതലാണ് അത് ഓണായി തുടങ്ങുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊരു ഓഫർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഫുൾ പേയ്മെൻറ്റ് നൽകാതെ, ഈ മുഴുവൻ തുക അടയ്ക്കാതെ ഈ തുക മാത്രം അടച്ചുകൊണ്ട് നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊരു കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. FTE10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം മക്കൾ മനസ്സിലാക്കുക, ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് എന്താണ് ഈ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കറിയാം. ഒന്നുമില്ല, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തി അടിപൊളിയായിരിക്കും. PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പാഠപുസ്തകം മാറിയാലും ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലൊന്നും മാറ്റം വരുന്നില്ല. അപ്പോൾ മുൻ വർഷത്തെ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്ക് പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊരു ഐഡിയ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഫ്രീഡം ഓഫർ ആരും മിസ്സാക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടായാലും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 2.0, അപ്പോൾ നിങ്ങൾ വിചാരിക്കോ ഇത്രയും കാലം ബാച്ച് ഓൾറെഡി നടക്കുകയാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 2.0 ബാച്ചാണ്. അപ്പോൾ
എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ടൈം ടേബിളിൻ്റെ കാര്യം മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.